Good afternoon, everyone. Welcome to OET Writing Live with Tiju's Academy. My name is Rajisha Devendran. Hope all are doing fine. Okay. So in what we are planning to discuss is different type of readers. Because ഈ റീഡേഴ്സിനെ കുറിച്ചുള്ള ഒരു ലാക്ക് ഓഫ് ഫെമിലിയാരിറ്റി പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ലെറ്റർ എഴുതാനായിട്ട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ബിക്കോസ് നമുക്കറിയാവുന്ന കാര്യമാണ് OET റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പർപ്പസ് ഓറിയൻറ്റഡ് ആൻഡ് റീഡർ സെൻറ്റേഡ് ആണ് അല്ലേ. അപ്പോൾ ആ റീഡറിനെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ ലെറ്ററിനെ ഓർഗനൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് മുമ്പ് റെലവൻറ്റ് പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്നത് മുതൽ നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങും. ഓക്കെ, അപ്പം അതുകൊണ്ട് ഐ എം പ്ലാനിങ് ടു ടേക്ക് എ ലൈവ് ടു ഫെമിലിയറൈസ് യു വിത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റീഡേഴ്സ്. എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് എന്നുള്ള കാര്യം അത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ എസ് ടു ഫൈൻഡ് ഔട്ട് എന്താണ് റൈറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് സാറ്റർഡേ December 2 ഒരു എക്സാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഫാമിലി ഡോക്ടറിനായിരുന്നു ലെറ്റർ എഴുതേണ്ടത്. അവിടെ ഈ ഫാമിലി ഡോക്ടർ എന്നുള്ളൊരു റീഡറിനെ കണ്ടപ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്യുകയാണ്, നോൺ കേസ് എന്ന് ഉറപ്പിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, സോ ഐ ക്യാൻ സീ മെനി സ്റ്റുഡൻസ് ഹാവ് ജോയിൻഡ് ആസ് ജിനി, എയ്ര. ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ഓക്കെ, അപ്പോൾ സിജി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. അവിടെ ഫാമിലി ഡോക്ടർ എന്ന് കേട്ടാൽ നമുക്ക് ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മളങ്ങ് എത്തുകയാണ്, എന്ത് ഇറ്റ് ഇസ് എ നോൺ കേസ് എന്നുള്ളത് അല്ലേ. അപ്പം ഒരു ഫാമിലി ഡോക്ടർ എന്ന് കേട്ടത് കൊണ്ട് മാത്രം നമുക്ക് അതിനെ നോൺ കേസ് ആക്കാനായിട്ട് പറ്റുകയില്ല. അപ്പം ഫാമിലി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയുടെ ഡോക്ടറാണല്ലേ. എസ് ലക്ഷ്മി, ഗിഫ്റ്റി, ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ഫാമിലി എന്ന് പറയുമ്പം ഒരാളുള്ളതല്ല അല്ലേ, ഇറ്റ് ഹാസ് മോർ ദാൻ വൺ മെമ്പർ. അപ്പോൾ 2 members ആയിരിക്കാം, 3 members ആയിരിക്കാം, ചിലപ്പോൾ 5 or 6, 7 വാട്ട് എവർ ഈസ് എ നമ്പർ. ഈ ഫാമിലി ഡോക്ടറിന് അദ്ദേഹത്തെ അറിയണം എന്ന് ഇല്ല. ഓക്കെ, അപ്പോൾ ഫാമിലി ഡോക്ടർ നോൺ ആകണമെങ്കിൽ കേസ് നോട്ടിൽ നമുക്ക് വിശദമായിട്ട് ഇൻഫർമേഷൻ കാണണം ദാറ്റ് ദ ഫാമിലി ഡോക്ടർ ഹാസ് ഓൾറെഡി സീൻ അവർ പേഷ്യൻ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ തവണ വന്ന, അതായത് December 2 വന്ന എക്സാമിൽ പേഷ്യൻറ്റിന് ഒന്ന് വീണ് ഫോളായി. ഫോളിനെ തുടർന്ന് ഒരു സ്കാർ വന്ന് അതിൻ്റെ കൺസേൺ പ്ലാസ്റ്റിക് സർജറിയൊക്കെ വേണമെന്ന് ആ കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അത് അറിയിക്കാനായിട്ട് ആയിരുന്നു എന്ത് ഫാമിലി ഡോക്ടറിന് അതിൻ്റെ എഡ്യൂക്കേഷൻ ഫർദർ ഫോളോ അപ്പിനായിട്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ഫോള് സംഭവിക്കുന്നത് നമ്മുടെ ലെറ്ററിൻ്റെ ഇന്നത്തെ ഡേറ്റിന് ഒരു 4 മാസം അതോ 5 മാസം മുമ്പാണ് സംഭവിച്ചിരുന്നത്. അപ്പോൾ ആ ആദ്യത്തെ ഫോള്, അതിനെ തുടർന്നുണ്ടായ ഡീറ്റെയിൽസൊക്കെ ആദ്യമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് ഫാമിലി ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഡീറ്റെയിൽ ഇൻ ദ കേസ് നോട്ട്, അല്ലെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ പോയിൻറ്റ് ഇൻ ദ കേസ് നോട്ട് ടെൽസ് ദാറ്റ് എന്താണ് ആ ലെറ്റർ നോൺ കേസ് ആയിരുന്നുവെന്ന്. ജോയ് തോമസ് ഈസ് ടെല്ലിങ് വോയിസ് ക്ലിയർ അല്ല എന്ന്. ഇപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ, അതോ അദ്ദേഹത്തിന് മാത്രമാണോ ബുദ്ധിമുട്ടുള്ളത്? ഓക്കെ, അപ്പം അവിടെ ആദ്യം ആ കുട്ടി ഫാമിലി ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഫാമിലി ഡോക്ടറാണ് ആ ഫോളിനെ തുടർന്നുള്ള സ്കാർ ഫോർമേഷനൊക്കെ ട്രീറ്റ് ചെയ്തത് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആ ലെറ്റർ നോൺ കേസ് ആയിരുന്നു. എന്നാൽ ആ ഒരു ഡീറ്റെയിൽ അതിലില്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്നുകൂടെ ഡബിൾ തിങ്ക് അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ദാറ്റ് ഇറ്റ് ഈസ് വെദർ നോൺ കേസ് അല്ലെങ്കിൽ അൺനോൺ എന്നുള്ളത്. അപ്പം ഇങ്ങനെ പല കോണ്ടെക്സ്റ്റിൽ നമ്മുടെ റീഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കൺഫ്യൂസ് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എന്നാൽ നമുക്ക് പലതരത്തിൽ നമുക്ക് OET റൈറ്റിങ്ങിൽ കിട്ടാൻ സാധ്യതയുള്ള റീഡേഴ്സിനെ ഒന്ന് ഫെമിലിയറൈസ് ചെയ്തേക്കാം എന്ന് വെച്ചത്. ഓക്കെ, യെസ്. സി
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയ, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റീഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് അവർ ജോയിൻ ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ കൊടുക്കുന്ന ഒരു വർക്കാണ്. അതായത് ബി ഫെമിലിയറൈസ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റീഡേഴ്സ് ആൻഡ് കുറേ പേരുകൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ ചെയ്യണം. നമുക്ക് പല പേരുകൾ അറിയാം അല്ലേ? അത് മാത്രമല്ല ചെയ്യേണ്ടത്, അവരുടെ ജോലി എന്താണ്, അല്ലെങ്കിൽ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റീഡേഴ്സ് എന്ന് വെച്ചാൽ വാട്ട് ദേ ആർ സപ്പോസ് ടു ഡു, എന്താണ് അവർ ചെയ്യേണ്ടത്, എന്താണ് അവരുടെ ജോലി എന്നുള്ള കാര്യം അറിയാമെങ്കിൽ മാത്രമല്ലേ പേഷ്യൻറ്റിന് അത് ചെയ്തു കൊടുക്കൂ എന്ന് നമുക്ക് റീഡറിനോട് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് സി. നമുക്ക് വി വിൽ ബിഗിൻ വിത്ത് ഡോക്ടേഴ്സ്. ഓക്കെ, സോ ഡോക്ടർ എന്ന് പറയുമ്പോൾ പലതരത്തിലല്ലേ. ഇപ്പം GP എന്ന് പറയുന്നത് ഡോക്ടറാണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഫാമിലി ഡോക്ടർ എന്ന് പറയുമ്പോഴുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ സ്പെഷ്യലൈസേഷൻസ് ലൈക്ക് ഓങ്കോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, ഇവരൊക്കെ ഡോക്ടേഴ്സാണ്. അപ്പോൾ സൈക്യാട്രിസ്റ്റ് ഡോക്ടറാണ്, ബട്ട് ഇപ്പോഴും തെറ്റ് വരുത്തുന്നുണ്ട്. സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. സൈക്കോളജിസ്റ്റ് ഈതർ അത് ക്ലിനിക്കൽ ആയിക്കോട്ടെ, ഇറ്റ്സ് നോട്ട് എ ഡോക്ടർ. അവിടെ നമ്മൾ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ വേണം എഴുതാനായിട്ട്. ഓക്കെ, അവിടെ ഡോക്ടറിൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻ്റ് ആണ്. അതിൻ്റെ സിനോണിം നോക്കുവാണെങ്കിൽ ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെൻ്റ് ആണ്. ഇതാണ് വരുന്നത്. അപ്പം ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ എന്ന്. കെയർ ഗിവേഴ്സ് എന്ന് നമുക്ക് ഡോക്ടേഴ്സിനെ വിളിക്കാൻ പറ്റുമോ? ഡോക്ടറിന് നമുക്ക് പർപ്പസ് ബോണ്ട് എഴുതുമ്പോൾ കെയർ എന്നുള്ള വാക്ക് എഴുതാമോ എന്നുള്ളത് പലപ്പോഴും ഒരു ഡൗട്ടുണ്ട്. സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ റിഗാർഡിങ് ദാറ്റ് ക്വസ്റ്റ്യൻ? ഇപ്പം നമുക്ക് കേസ് നോട്ടിൻ്റെ അകത്ത് റൈറ്റ് എ ലെറ്റർ ടു GP എന്ന് പറഞ്ഞിട്ടുണ്ട്. റിക്വസ്റ്റിംഗ് ഫോളോ അപ്പ് കെയർ ഓഫ് യുവർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോളോ അപ്പ് കെയർ പർപ്പസ് വേർഡായിട്ട് എഴുതാമോ? Good afternoon, Leha, Gifty, Rupa, Shaiji, Ginny. Okay, so please comment me. Further care അല്ലെങ്കിൽ ഫോളോ അപ്പ് കെയർ എന്ന് പറഞ്ഞാൽ is it possible for us to write that as a purpose word for doctors? ഞാൻ ഓൺഗോയിങ് കെയർ എന്നോ കണ്ടിന്യൂയിങ് കെയറോ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് കേസ് നോട്ടിൽ തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്തായിരുന്നു? ഫർദർ കെയർ അല്ലെങ്കിൽ ഫോളോ അപ്പ്. ശാന്തി, രാജി, ആശ തോമസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയെന്ന് തോന്നുന്നു. അതായത് കണ്ടിന്യൂയിങ് കെയർ എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ ഫോളോ അപ്പ് ആണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റുമോ എന്നിപ്പോൾ ഒരു കൺഫ്യൂഷനാണെന്ന് തോന്നുന്നു അല്ലേ? എഴുതാം. നമ്മൾ കേസ് നോട്ടിനകത്ത് ഇപ്പോൾ ഫോളോ അപ്പ് കെയർ എന്ന് GPക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതുന്നതുകൊണ്ടൊരു പ്രശ്നവുമില്ല. ബിക്കോസ് ശരിക്കും പറഞ്ഞാൽ GPക്ക് അപ്ഡേഷൻ ലെറ്റർ പോകുന്നത് ആ ഒരു ഫോളോ അപ്പിനായിരിക്കാം. ഫർദർ എപ്പോഴും അതിൻ്റെ അകത്തൊരു അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കരുത്. അപ്പം എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു കാര്യം പഠിച്ചു വെച്ചാൽ നിങ്ങൾ വെറുതെ അത് ബ്ലൈൻഡായിട്ട് ഇത് ചെയ്യരുത്. കോണ്ടെക്സ്റ്റും കൂടെ മനസ്സിലാക്കി വേണം. GP എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പേഷ്യൻ്റ് ജനറൽ പ്രാക്ടീഷണറാണ്. ഇതുവരെയുള്ള കണ്ടീഷൻസ് മുഴുവൻ പേഷ്യൻറ്റിന് അറിയാം. ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യത്തെ മാത്രം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ പേഷ്യൻറ്റിന് ഒരു കണ്ടീഷൻ ഉണ്ടായി, അത് ഹോസ്പിറ്റലിൽ വെച്ച് മാനേജ് ചെയ്തു, അതിനി ഫർദറായിട്ടൊരു അസസ്മെൻ്റ് ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും ഫർദർ അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് തന്നെ അവിടെ എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ GP സപ്പോസ് ടു ഗിവ് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് GPയുടെ കാര്യമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ ബാക്കി ഇപ്പം ഓങ്കോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ് അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കിന് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എഴുതാം. ഇപ്പോൾ സസ്പെക്റ്റഡ് കേസ് പോകുന്നു, അതിനെ ഉറപ്പിക്കാനാണെങ്കിൽ ഫർദർ അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് എഴുതുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിന്യൂയിങ് കെയറും ഫോളോ അപ്പ് കെയറും ആണേ പറഞ്ഞത്.
അപ്പോൾ കണ്ടിന്യൂയിങ് കെയർ ING ഫോം എന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്യുക എന്നാണ്. അതായത് ഒരാൾ കൊടുത്തുകൊണ്ടിരുന്ന കെയർ, അതിപ്പോൾ നമ്മൾ നേഴ്സായിരിക്കും അല്ലെ, ഹോസ്പിറ്റലൈസേഷൻ്റെ സമയത്ത് കൊടുത്തുകൊണ്ടിരുന്ന കെയർ കണ്ടിന്യൂ ചെയ്യുക, അത് നമുക്കൊരിക്കലും ഒരു ഡോക്ടറിനോട് പറയാനായിട്ട് പറ്റുകയില്ല. Okay, so it is not possible for us to use the word continuing care for doctors. Okay അല്ലേ? അപ്പോൾ ഓങ്കോളജിസ്റ്റ് ആണെങ്കിൽ അത് തന്നെ മനസ്സിലായിരിക്കുന്നു എന്താണ്, ന്യൂറോളജിസ്റ്റ് ആണെങ്കിൽ ന്യൂറോളജി റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, അങ്ങനെ മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. അപ്പം അവിടെ കൺഫ്യൂഷൻ വരുന്നത് ഞാൻ ഓൾറെഡി മാറ്റർ ക്ലിയർ ആക്കി തന്നു. ദാറ്റ് സൈക്യാട്രിസ്റ്റ് ഓഫ് കോഴ്സ് ഈസ് എ ഡോക്ടർ. സൈക്കോളജിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ഡോക്ടറായിട്ട് നെവർ കൺസിഡർ, ദേ ആർ നോട്ട് ഡോക്ടേഴ്സ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഫോളോ അപ്പ് എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാം, അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഉപയോഗിക്കാം, മോണിറ്ററിങ് ഉപയോഗിക്കാം, ഇൻ്റർവെൻഷൻ ഉപയോഗിക്കാം. ഓൾ ദീസ് ആർ പർപ്പസ് വേർഡ് ദാറ്റ് വി ക്യാൻ യൂസ് ഫോർ ഡോക്ടേഴ്സ്. ഓക്കെ, ആൻഡ് ടു മേക്ക് ഇറ്റ് മോർ ക്ലിയർ, നമ്മുടെ റൈറ്റിംഗ് ടാസ്കിൻ്റെ അകത്ത് ഒരു പർപ്പസ് വേർഡ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ ഇറ്റ് ഈസ് ഓൾവേസ് വി ക്യാൻ റൈറ്റ് ഓർ യൂസ് ദാറ്റ് പർപ്പസ് വേർഡ്. ഓക്കെ, ആൻഡ് ദ മാറ്റർ കംസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് മെൻഷൻ ഇൻ ദ കേസ് നോട്ട്. അതിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് ഒക്കെ വെച്ച് എന്ത് ചെയ്യുന്നത്, നമ്മൾ പർപ്പസ് വേർഡിലോട്ട് എത്തേണ്ടത്. രാജി, ഐ എം ഡൂയിങ് ഗുഡ്, ഐ എം ഫൈൻ. ഓക്കെ, അപ്പോൾ ഫാമിലി ഡോക്ടർ കണ്ടോ, ഫാമിലി ഡോക്ടർ ഇപ്പം റൈറ്റ് എ ലെറ്റർ ടു ഫാമിലി ഡോക്ടർ എന്ന് മാത്രമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നതെങ്കിൽ ഉടനെ ആ ടേം കണ്ടുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെ നോൺ കേസ് ആക്കരുത്. യു നീഡ് ടു റീഡ് ദ ഫർദർ ഡീറ്റെയിൽസ് ഇൻ ദ കേസ് നോട്ട് കേട്ടോ. അപ്പം നോൺ കേസ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ഓൾറെഡി പേഷ്യൻറ്റിനെ അറിയാമെങ്കിൽ നോൺ ആണ്, അറിയത്തില്ലെങ്കിൽ അൺനോൺ ആണ്. അപ്പോൾ ഫാമിലി ഡോക്ടറിന് ഓൾറെഡി പേഷ്യൻറ്റിനെ അറിയാമെന്ന് നമുക്ക് കേസ് നോട്ട് വായിച്ച് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്തോളുക, ഫാമിലി ഡോക്ടർ നോൺ ആക്കുക. അപ്പോൾ OET നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, വേഗ് ഇൻഫർമേഷൻ തന്നിട്ട് കൺഫ്യൂസ് ചെയ്യുകയില്ല. നല്ല ക്ലാരിറ്റി കേസ് നോട്ടിൽ കാണും. അതായത് ഒരിക്കൽ ഫാമിലി ഡോക്ടറിനെ കണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അപ്പോഴാണ് അത് നോൺ കേസ് ആവുന്നത് കേട്ടോ. അല്ലാതെ എന്തൊക്കെയോ കണ്ടീഷൻസ് വന്നിട്ട് ആദ്യമായിട്ട് പറയുകയാണ് ഫാമിലി ഡോക്ടറിൻ്റെ അടുക്കലോട്ട് വിടാൻ പറഞ്ഞാൽ പല കേസസിലും അത് അൺനോണായിട്ട് എഴുതേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, സോ ഓൾ ദീസ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ വാട്ട് ഈസ് ബീയിങ് സെഡ് ഇൻ ദ കേസ് നോട്ട്. സോ ഓൾവേസ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ കേസ് നോട്ട് തന്നെയാണ് കേട്ടോ, അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളുക. പിന്നെ കൺഫ്യൂഷൻ വരുന്ന അടുത്തൊരാളാണ് ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് അല്ലേ. നോക്കിക്കേ, ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരിക്കലും ഒരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ല. പിന്നെന്താണ്, നോൺ മെഡിക്കൽ പ്രൊഫഷണലാണ്. അതായത് ഒരു മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ മെഡിക്കലി ഉള്ള മാനേജ്മെൻറ്റോ കെയറോ ഒന്നും കൊടുക്കേണ്ട ഒരാളല്ല ആര്, ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം മിക്കവാറും ചിലപ്പോൾ ഒക്കെ വരാറുണ്ട് ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റിന് ലെറ്റർ. അപ്പോൾ എന്തായിരിക്കും? As we have been discussing, what is the scope of practice of an occupational therapist? Good afternoon, Soumya Sinoj, Suja. Good afternoon, Raji Binoy, Christy Jobin. Good afternoon to everyone. I am doing good. റീഹാബിലിറ്റേറ്റീവ് കെയർ ആണ് ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് എന്ന് എലിസബത്ത് ജോൺസഫ് ആൻസർ ചെയ്തിട്ടുണ്ട്. ശരിയാണ്, നമ്മുടെ റീഹാബിലിറ്റേറ്റീവ് കെയറിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് അല്ലെ. ഫിസിയോതെറപ്പി, ഓക്യുപ്പേഷണൽ തെറപ്പി, സ്പീച്ച് തെറപ്പി, പിന്നെ നമ്മുടെ കണ്ടിന്യൂയിങ് കെയറിൽ വരുന്ന ഡ്രസ്സിങ് ചേഞ്ച് ഒക്കെയാണ് എന്തിൽ വരുന്നത്, റീഹാബിലിറ്റേറ്റീവ് കെയറിൽ വരുന്നത്. ശരിയാണ്, പക്ഷേ റീഹാബിലിറ്റേറ്റീവ് കെയർ എന്ന് മാത്രം എഴുതാതെ കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി നമുക്ക് എഴുതാനായിട്ട് പറ്റും എപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അല്ലേ. സോ ദേ വർക്ക് ടു എന്താണ്, ഇംപ്രൂവ് എ പേഴ്സൺസ് ഫങ്ഷനിങ് ഇൻ ദ ADLs. ADL എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിൽ. അപ്പം ഒരു പേഷ്യൻ്റെ ADLിലുള്ള ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തോ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അല്ലേ. സോ ദേ ആർ അസസിങ് വെദർ ദ പേഷ്യൻറ്റ് ഹാസ് എനി കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടീസ് വിത്ത് പെർഫോമിങ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്നുള്ളത്. ഒന്ന് അതാണ് ആര് ചെയ്യുന്നത്, ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് ചെയ്യുന്നത്.
അത് മാത്രമല്ല, അത് റിക്രിയേഷണൽ ആക്ടിവിറ്റീസിൻ്റെ അസസ്മെൻറ്റ് നടത്തുന്നതും ആര് തന്നെയാണ്? ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റാണ്. സോ ADL, റിക്രിയേഷൻസ് ആൻഡ് എന്താണ്, വർക്ക് പ്ലേസ് ആക്ടിവിറ്റീസ്, അവരുടെ ജോലിയുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ജോലിയുമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ജോലിയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ല നോക്കുന്നത്. ഇപ്പോൾ ഒരു കണ്ടീഷൻ വന്നു, അല്ലെങ്കിൽ ഒരു സർജറി കഴിഞ്ഞു, അതിനെ തുടർന്ന് വർക്കിൽ എന്തൊക്കെ ഇൻ്റർവെൻഷൻസ് ആവശ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് ആവശ്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആർക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും? ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്. ADL എന്നുള്ളത് നമുക്ക് പൊതുവെ അറിയാവുന്നതാണ്. സോ help to improve the patient's functioning in activities of daily living, recreational activities and workplace interventions ആണ് നോർമലി ആര് ചെയ്യാറുള്ളത്? ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ്. സോ വെൻ അവർ റീഡർ ഈസ് ആൻ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ്, പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ഫൈൻഡ് ഔട്ട് ദീസ് ടൈപ്പ് ഓഫ് ഐറ്റംസ് ഫ്രം ദ കേസ് നോട്ട്. അതായിരിക്കുമല്ലോ റെലവൻറ്റ് പോയിൻറ്റ്. പേഷ്യൻറ്റിന് ADLൻ്റെ ബുദ്ധിമുട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും റിക്രിയേഷണൽ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ഇൻ്റർവെൻഷൻസിനെ കുറിച്ച്. ഇപ്പം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞൊരു പേഷ്യൻ്റ് ആണെന്ന് വെച്ചു, അദ്ദേഹത്തിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് ഫോർ ഡ്രൈവിങ് for 6 weeks. അത് പേഷ്യൻറ്റിനെ അസസ് ചെയ്യുകയും എപ്പോൾ തുടങ്ങാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കേണ്ട ആളാണ് ആര്? ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ്. സോ ഇത് തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മളൊരു കേസ് നോട്ടിൻ്റെ അതൊന്നും എടുത്താൽ മതി. അല്ലാതെ ഈ വന്നിരിക്കുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ടേംസ്, ടെസ്റ്റുകൾ നടത്തിയത്, റീഡിങ്സ് ഓഫ് ഡിഫറെൻറ്റ് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ്, അങ്ങനെയുള്ളത് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടില്ല, ഈ ലെറ്ററിൻ്റെ അകത്തോട്ട് ഉൾപ്പെടുത്തേണ്ടതായിട്ട് ഇല്ല. സോ എപ്പോഴും ഈ പറഞ്ഞ ഏരിയയെ ടച്ച് ചെയ്യുന്ന മാറ്റേഴ്സ് ആയിരിക്കും റെലവൻറ്റ് പോയിൻറ്റ്സ് ഇൻ സച്ച് എ ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ആൻ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു നോൺ മെഡിക്കൽ പ്രൊഫഷണലാണ് എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യാനായിട്ട് ലെറ്റർ എഴുതി പോകേണ്ടത്. ഓക്കെ, പിന്നെന്താണ്? മാനേജർ. അപ്പോൾ മാനേജർ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു മാനേജറാണ്. നഴ്സിംഗ് മാനേജർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, താഴോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. വരും മാനേജർ ഓഫ് എ നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞാൽ അത് നഴ്സിംഗ് മാനേജർ അല്ല, നഴ്സിംഗ് ഹോമിൻ്റെ മാനേജർ, അല്ലെങ്കിൽ ദ മാനേജർ, നഴ്സിംഗ് ഹോമിൻ്റെ പേര്, അല്ലെങ്കിൽ ജെറിയാട്രിക്, അല്ലെങ്കിൽ എന്തിൻ്റെയോ ആകട്ടെ മാനേജർ. നമുക്കറിയാവുന്നതാണ് അത് മാനേജ് ചെയ്യുന്ന ആൾ എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് നെവർ ടെൽസ് എസ് ദാറ്റ് ഹീ ഈസ് എന്താണ് ഒരു മെഡിക്കൽ പ്രൊഫഷണലാണ് എന്നുള്ളത് കേട്ടോ. അപ്പം എന്തായിരിക്കും അതും ഇപ്പം ഞാൻ കണ്ടായിരുന്നു, ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാനേജറിന് എന്ത് പർപ്പസ് വേർഡാണ് എഴുതേണ്ടത് എന്നുള്ളത് അല്ലേ. അതും നമ്മൾ ആദ്യം തന്നെ കേസ് നോട്ട് കണ്ട് റൈറ്റിംഗ് ടാസ്ക് വരുമ്പോൾ മനസ്സിലാക്കുക എങ്ങോട്ടുള്ള മാനേജർക്കാണ്, എന്താണ് ഇവിടുത്തെ മാനേജർക്കാണ് ലെറ്റർ, അത് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ സപ്പോസ് നമ്മളോടൊരു നഴ്സിംഗ് ഹോമിൻ്റെ മാനേജർക്കാണെങ്കിൽ, എന്നിട്ട് പേഷ്യൻറ്റിന് അഡ്മിഷൻ അങ്ങോട്ട് പുതിയതായിട്ട് വേണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഈ അഡ്മിഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇപ്പം ഓൾറെഡി, അല്ലെങ്കിൽ ആയിക്കോട്ടെ പുതിയ അഡ്മിഷനല്ല, ഓൾറെഡി പേഷ്യൻ്റ് താമസിച്ചുകൊണ്ടിരിക്കുന്ന നഴ്സിംഗ് ഹോമിലോട്ട് തന്നെ നോൺ കേസായിട്ട് മാനേജർക്ക് ലെറ്റർ വിടുവാണെങ്കിൽ ഈ കണ്ടീഷനെ തുടർന്ന് മറ്റെന്തൊക്കെയോ പ്രത്യേക അറേഞ്ച്മെൻറ്റ്സ് പേഷ്യൻറ്റിന് ആവശ്യമുണ്ടെന്നായിരിക്കാമല്ലോ ഒബ്വിയസ്ലി കേസ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ അറേഞ്ച്മെൻ്റ് ആയിരിക്കണം നമ്മൾ ആരെ അറിയിക്കുന്നത്? മാനേജർ. അപ്പം ഇങ്ങനത്തെ വാക്കുകൾ ആയിരിക്കും എന്തായിട്ട് വരുന്നത്? പർപ്പസ് വേർഡായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നെവർ ട്രൈ ടു ബൈ ഹാർട്ട് പർപ്പസ് വേർഡ്സ് എന്നേ പറയത്തുള്ളൂ. നമ്മൾ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി വീഡിയോസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ദീപ്തി മാമിൻ്റെ വീഡിയോസ് ആണെങ്കിലും അവൈലബിൾ ആണ് ഓൺ പർപ്പസ് എന്നുള്ളത്, എന്തൊക്കെ നമുക്ക് പർപ്പസ് വേർഡായിട്ട് എഴുതാമെന്നുള്ളത്. അത് മനസ്സിലാക്കി വെക്കുക. അതിൽ നിന്ന് ഏതാണ് എൻ്റെ ഇന്നത്തെ ലെറ്ററിൽ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ഡിസ്ക്രിഷൻ, ലോജിക്ക്, കോമൺ സെൻസ് നമുക്ക് കേസ് നോട്ട് കയ്യിൽ കിട്ടുമ്പോൾ വേണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെയാണ് എന്താണ് പർപ്പസ് വേർഡ് എന്നുള്ളത് ഞാൻ അപ്പോൾ ആൻസർ തരാഞ്ഞത്. ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ ഡിമാൻഡ് ഓഫ് ദ കേസ് നോട്ട്. കേസ് നോട്ടിൽ എന്താണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് റീഡർ ചെയ്യാൻ, അതിനനുസരിച്ച് എഴുതുക. പിന്നെ
പർപ്പസ് വേർഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് കേസ് നോട്ടിൻ്റെ അകത്ത് പർപ്പസ് വേർഡ് റൈറ്റിംഗ് ടാസ്കിൽ കണ്ടിന്യൂയിങ് കെയർ എന്നൊന്നും തന്നിട്ടില്ല. ചില കേസ് നോട്ടുകൾ കണ്ടിട്ടുണ്ട് റൈറ്റിംഗ് ടാസ്കിൽ ഡ്രസ്സിങ് ചേഞ്ച് വേണം, പേഷ്യൻറ്റിന് അസിസ്റ്റൻസ് ഇൻ വാക്കിംഗ്, ഇങ്ങനെ ആയിരിക്കുന്നത് റൈറ്റ് എ ലെറ്റർ ടു കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് requesting for dressing change, assistance in walking and performing physiotherapy എന്ന് പറഞ്ഞിട്ടായിരിക്കും തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഫിസിയോതെറപ്പി എന്ന് മാത്രമായിരിക്കാം. അപ്പോൾ നമ്മൾ റൈറ്റിങ്ങിൽ ഇൻട്രോ എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ഹൂ റിക്വയർസ് ഡ്രസ്സിങ് ചേഞ്ച് ആൻഡ് അസിസ്റ്റൻസ് ഇൻ വാക്കിംഗ് എന്ന് എഴുതാതിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത്, ആ തന്നിരുന്ന ഡീറ്റെയിലിൽ നിന്ന് നമ്മളൊരു പർപ്പസ് വേർഡിലോട്ടാണ് എത്തുന്നത്. ഇമ്മീഡിയറ്റ്ലി അപ്പാരൻ്റായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലൊരു പർപ്പസ് വേർഡ്. അപ്പം ഡ്രസ്സിങ് ചേഞ്ച് ആ പേഷ്യൻറ്റിൻ്റെ ഡിസ്ചാർജ് പ്ലാനിലും ഉണ്ടെന്ന് വെച്ചോ, ഡ്രസ്സിങ് ചേഞ്ച്, മൊബിലിറ്റിക്ക് അസിസ്റ്റൻസ്, വാക്കർ വേണമെന്നുണ്ട്, ഫിസിയോതെറാപ്പി 2 ആഴ്ച കഴിഞ്ഞ് തുടങ്ങണമെന്നുണ്ട്. അപ്പോൾ അത് പേഷ്യൻറ്റിന് ഇനിയും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെ എഴുതേണ്ട ഇൻഫർമേഷനാണ്. റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ നമ്മൾ നമ്പർ ഇട്ട് എടുത്തെടുത്ത് സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ഡീറ്റെയിൽസ് ആണ് അല്ലേ. അതിന് സെപ്പറേറ്റ് ഒരു പ്ലേസ് ലെറ്ററിലുണ്ട്, റെക്കമെൻഡേഷൻ പാരഗ്രാഫ്. അപ്പോൾ അവിടെ എഴുതേണ്ട കാര്യം തന്നെ നമുക്ക് വീണ്ടും ഇൻട്രോയിൽ എഴുതാനായിട്ട് പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഡ്രസ്സിങ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താണ് പർപ്പസ്. അപ്പോൾ കൊടുത്തുകൊണ്ടിരുന്നതിന് കണ്ടിന്യൂ ചെയ്യുന്നത് കണ്ടിന്യൂയിങ് കെയർ ആണ്. അസിസ്റ്റൻസ് ഇൻ ADL അല്ലെങ്കിൽ വാക്കിംഗ് എന്നാണല്ലോ പറഞ്ഞത്, അതിനെ നമ്മളങ്ങ് എന്താക്കി വെച്ചിരിക്കുകയാണ്, അസിസ്റ്റൻസ് എന്ന് മാത്രം എഴുതുകയാണ്. Okay, then after writing the body paragraph and all, in the recommendation paragraph we will write please assist him with the activities of daily living, kindly change his daily dressings എന്ന് പറഞ്ഞ് എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ സോ ഹോപ്പ് ദാറ്റ് ഓൾസോ ഇസ് ക്ലിയർ. ദെൻ മറ്റൊരു ആളായിരുന്നു സോഷ്യൽ വർക്കർ. അപ്പോൾ ഇത്ര ഒന്ന് ആലോചിച്ചാൽ മതി, എൻ്റെ പേഷ്യൻറ്റിന് അല്ലേ, ഒന്നിലൊരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്തൊരു പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഒരു സർജറി കഴിഞ്ഞ പേഷ്യൻറ്റിന് എന്തിനായിരിക്കണം സോഷ്യൽ വർക്കറിൻ്റെ അടുക്കലോട്ട് പോകുന്നത്? അത്ര ആലോചിച്ചാൽ മതി അല്ലേ. എന്തിനായിരിക്കും നമ്മൾക്ക് കെയർ കൊടുക്കാൻ സോഷ്യൽ വർക്കറിൻ്റെ അടുക്ക വിടാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻ്റ് ആണോ ഒരു സോഷ്യൽ വർക്കർ ചെയ്യേണ്ടത്? നോ, നെവർ അല്ലേ. അത് ഒരിക്കലും ഒരു സോഷ്യൽ വർക്കർ ചെയ്യേണ്ട കാര്യമല്ല. അല്ലെങ്കിൽ ഇനിയിപ്പം മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം, കേസ് നോട്ടിൽ പറഞ്ഞിട്ട് അതെ ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് ജിൻസി പറഞ്ഞിട്ടുണ്ട്. അതായത് ഫിനാൻഷ്യൽ സപ്പോർട്ട് സോഷ്യൽ വർക്കർ ചെയ്യുകയില്ല, അതിനുള്ള അറേഞ്ച്മെൻറ്റ്. യെസ്, ഇപ്പം ഒരു ഇൻട്രൊഡ്യൂസിങ് ദ പേഷ്യൻറ്റ് ടു എ ഫിനാൻഷ്യൽ കൗൺസിലർ, അതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആരായിരിക്കും? ഈ സോഷ്യൽ വർക്കർ ആയിരിക്കും. അപ്പം എന്താണോ ഇനിയും അങ്ങനത്തെ കാര്യങ്ങളിൽ പേഷ്യൻറ്റിന് ആവശ്യമുള്ള അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾ. അല്ലെങ്കിൽ ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വരുന്നുണ്ട്. മറ്റൊന്ന് ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെയുള്ളൊരു കേസ് നോട്ടാണ്. ഒരു സിംഗിൾ മദറാണ്. ഷീ ലിവ്സ് വിത്ത് ഹെർ ബോയ് ഫ്രണ്ട്, ബട്ട് ഇപ്പം ഡെലിവറിക്ക് ശേഷം ഷീ ഡസൻ വോണ്ട് ടു ലീവ് വിത്ത് ഹെർ ബോയ് ഫ്രണ്ടുമായിട്ട് താമസിക്കാൻ താല്പര്യമില്ല എന്ന് ഹോസ്പിറ്റലൈസേഷൻ്റെ സമയത്ത് ആ കുട്ടി പറയുകയാണ്. അപ്പം ഒരു റെൻറ്റഡ് ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് വിടാനായിട്ട് പറ്റില്ല. അതുകൊണ്ടത് ഷീ ഈസ് ഇൻ നീഡ് ഓഫ് എ ടെമ്പററി അക്കോമഡേഷൻ ആണ് വേണ്ടത്. പേഷ്യൻറ്റിനപ്പോൾ തൽക്കാലം താമസിക്കാനായിട്ടൊരു അക്കോമഡേഷൻ വേണം എന്നാണ് കേസ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആരുടെ അടുക്കലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വിടുന്നത്? സോഷ്യൽ വർക്കറിൻ്റെ അടുക്കലേക്കാണ് വിടുന്നത്. സോ ഇൻ ദാറ്റ് കേസ് വി വിൽ ബി റൈറ്റിംഗ് ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ് എക്സ് ഹു റിക്വയേഴ്സ് ടെമ്പററി അക്കോമഡേഷൻ, എ ടെമ്പററി അക്കോമഡേഷൻ എന്നാണ് എഴുതേണ്ടത് അല്ലേ. അല്ലെങ്കിൽ ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ് എക്സ് ഹു റിക്വയർസ് ആൻ അറേഞ്ച്മെൻറ്റ് ഫോർ എ ടെമ്പററി അക്കോമഡേഷൻ എന്നാണ് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ചെയ്തു കൊടുക്കൂ എന്നാണ് നമ്മൾ ആരോട് പറയേണ്ടത്? സോഷ്യൽ വർക്കറിനോട്. ഈ പറയുന്ന കണക്കിന് ഇപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിലാരുമില്ല, പിന്നെന്തോ വേണം, ഹോം ഹെൽപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്, ഫ്രാക്ചർ കഴിഞ്ഞിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആണ്. അപ്പോൾ അവിടോട്ട് ഹോം ഹെൽപ്പ് വേണം, അത് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് സോഷ്യൽ വർക്കറിനോട് പറയാം.
ഇനിയും ഫാർമസി മരുന്ന് എത്തിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുകളുള്ള പേഷ്യൻ്റ്, ഇതൊക്കെ നമുക്ക് കേസ് നോട്ടിൽ കാണുന്ന കാര്യങ്ങളാണ്. അതിനായിട്ട് അസിസ്റ്റൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒക്കെ കോണ്ടെക്സ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ക്രിട്ടിക്കലായിട്ട് നമ്മുടെ കേസ് നോട്ട് വായിച്ചെടുത്ത് റീഡറിനനുസരിച്ച് ലെറ്റർ എഴുതിക്കൊണ്ട് പോവുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സൈക്കോളജിസ്റ്റ് അല്ലേ? അപ്പോൾ സൈക്കോളജിസ്റ്റ് എന്താണ്? പേഷ്യൻറ്റിന് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് അല്ലേ? അപ്പോൾ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയിരിക്കണം ആ കേസ് നോട്ടിൽ നിന്ന് നമ്മൾ എന്തെടുക്കേണ്ടത്, എപ്പോഴും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നഴ്സിങ്ങിൻ്റെ കേസ് നോട്ട് വരുമ്പോഴത്തേക്കിനും ഒബ്വിയസ്ലി എന്തെങ്കിലും ഒരു കണ്ടീഷൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഒരു സർജറി കഴിഞ്ഞു എന്നോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ കേസ് നോട്ട് വരുന്നത്. അങ്ങനത്തെ ആ കേസ് നോട്ട് എന്തിനൊരു സൈക്കോളജിസ്റ്റിന് അടുക്കലോട്ട് പോകുന്നു? സർജറി കഴിഞ്ഞുകൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്തതുകൊണ്ടാണോ? നെവർ. അപ്പം എന്താ സൈക്കോളജിസ്റ്റ് അടുക്ക പോകുന്നത്? പേഷ്യൻറ്റിന് എന്തോ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു അല്ലേ? അതിനുള്ള ഒരു ക്ലിയറൻസിന് അല്ലെങ്കിൽ അതിനെ ഫർദർ മാനേജ് ചെയ്യേണ്ടതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൈക്കോളജിസ്റ്റ് അടുക്കലോട്ട് വിടുന്നത്. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ഫൈൻഡ് ഔട്ട് ദ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഓഫ് ദ പേഷ്യൻറ്റ്. കാണും അതിൽ. അത് ചിലപ്പോൾ കണ്ടീഷൻ കണ്ടുപിടിച്ചപ്പോഴത്തേക്കിന് ഡിപ്രസ്ഡ് ആവുന്നോ അല്ലെങ്കിൽ ലോ മൂഡ് ആവുന്നോ, അത് വരുമ്പോൾ ഒരു ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ അത് ഓബ്വിയസ് ആണ് ആർക്കും ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ലോ മൂഡോ ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പം നമ്മൾ പിടിച്ചോണം, പ്രധാനമായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷനിലോട്ട് കൊണ്ടുപോകേണ്ട ആൾ ആ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പം അതാണ് ഇൻട്രോയിൽ വരേണ്ടത്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് കൊടുക്കുന്ന മാറ്റേഴ്സാണ് താഴോട്ട്, അതായത് ബോഡി പാരഗ്രാഫിൽ പറയേണ്ടത്. അപ്പം നെവർ ഗിവ് എന്താണ് അഡീഷണൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് നമ്മൾ മെഡിക്കൽ ഡീറ്റെയിൽസിൽ ആ ലെറ്ററിൽ കൊടുക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, അപ്പം പൊതുവേ നമ്മൾ എഴുതാറുള്ള പർപ്പസ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സിനോണിമാണെങ്കിൽ കൗൺസിലിംഗ് ആൻഡ് അസിസ്റ്റൻസ് ആണ് വരാറുള്ളത്. പക്ഷേ സൈക്കോളജിക്കൽ അസസ്മെൻറ്റിനും നമ്മൾ വിടാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് സൈക്കോളജിക്കലി ഇൻസ്റ്റേബിളാണ്, ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമുക്കൊരു സംശയം, ഈ പ്രശ്നം കൊണ്ടാണോ ആ പ്രശ്നം കൊണ്ടാണോ? രണ്ടും സൈക്കോളജിക്കലാണ്. ഇപ്പം നോക്കിക്കോണം, ഗ്രീഫ് റിലേറ്റഡ് ആണോ അതോ മറ്റെന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് കൊണ്ടാണോ കുട്ടി ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ സ്കൂളിൽ കാണിക്കുന്നു എന്നാന്ന് വെച്ചോ. അപ്പോൾ സ്കൂൾ നേഴ്സ് ഒരു സൈക്കോളജിസ്റ്റിന് ലെറ്റർ എഴുതുകയാണ്. അപ്പോൾ അവന് ഗ്രീഫ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്, ബിക്കോസ് അവൻ്റെ മദർ റീസെൻ്റ്ലി പാസ്ഡ് അവേ. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. എന്നാൽ അവൻ ഓവർ വെയ്റ്റ് ആണ്, കയ്യിൽ എക്സിമ ഫ്ലെയറപ്പ് ആവുന്നുണ്ട്, അതുകൊണ്ട് കുട്ടികൾ കളിയാക്കുന്നുണ്ട്, ഫ്രണ്ട്സ്. അപ്പം അതും ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണല്ലേ. ഇനിയും അതുകൊണ്ടാണോ അവന് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ളത് ക്ലിയർ അല്ലേ? അപ്പം അത് ഉറപ്പിക്കാനായിട്ട് സൈക്കോളജിസ്റ്റിന് അടുക്കൽ വിടുകയാണ്. ടു ഫൈൻഡ് ഔട്ട് എന്ന് പറയുമ്പോൾ അസസ്മെൻറ്റ് തന്നെയാണ് അല്ലേ. ടു അസസ് വെദർ ഹി ഹാസ് സൈക്കോളജിക്കൽ ഓർ അതർ ഗ്രീഫ് റിലേറ്റഡ് ഇഷ്യൂസ് എന്നുള്ളതാണ് എഴുതുന്നത്. സോ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അസസ്മെൻ്റ് എന്നുള്ള വാക്കും നമുക്ക് ആർക്കും ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് സൈക്കോളജിസ്റ്റിന്. അപ്പം അതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ചില സാഹചര്യങ്ങൾ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ആ വാക്ക് ഉപയോഗിക്കൂ എന്ന്. എന്താ ഡിമാൻഡ് ചെയ്തത്? സാഹചര്യം. നമ്മുടെ കേസ് നോട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതിനനുസരിച്ച്. ഓക്കെ അല്ലേ? സോ നമ്മൾ കുറേ റീഡേഴ്സിനെ ഇങ്ങനെ താഴോട്ട് പറഞ്ഞിട്ടുണ്ട്. ഹോപ്പ് വാട്ട് എവർ വി ഹാവ് ബീൻ ഡിസ്കസിങ് ഈസ് ക്ലിയർ ടു യു. ആണോ? am I making myself clear for you? നമ്മുടെ അക്കാഡമിയിലെ ക്ലാസ്സസ് ആദ്യം തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഏരിയ ഇത് തന്നെയാണ്. റീഡേഴ്സും അവരുടെ ഏരിയയുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും ഒരു 2 month കൊണ്ടോ 3 month കൊണ്ടോ മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു 1 hour ലൈവിൽ എന്തുമാത്രം എത്തുമെന്ന് എനിക്കറിയില്ല. സോ യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ടിജുസ് അക്കാഡമി സോ ദാറ്റ് യു ഗെറ്റ് എ ക്ലിയർ പിക്ചർ, ഐഡിയ. നമുക്കിതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പ്ലീസ് ബി എ പാർട്ട് ഓഫ് ടിജുസ് അക്കാഡമി. ഓക്കെ, യെസ്. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്, ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ റെഗുലർ ലൈവ് സെഷൻസ് അല്ലെങ്കിൽ കേസ് നോട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റിനെ പറയാം. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിന് ലെറ്റർ പോകുന്നെങ്കിൽ എന്തിനായിരിക്കും? നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ഇടുന്നുണ്ട്. ദാറ്റ് ഐ എം ക്ലിയർ ഫോർ യു.
സോ ടെൽ മീ, if our reader is a physiotherapist, എന്തിനായിരിക്കും why we will be sending the patient to the physiotherapist? Excuse me. Yes, Suja, you are right. ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുക്ക വിടുന്നത് ഫിസിയോതെറാപ്പിക്കാണ് അല്ലേ? സോ ഫിസിയോതെറാപ്പിയാണ് അവിടെ എന്തായിട്ട് വരുന്നത്, പർപ്പസായിട്ട് വരുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് പർപ്പസ് വേർഡ് എന്തെഴുതിക്കോണമെന്ന്. റിയലി സോറി, കോഫാണ്. എല്ലാവരും പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കേട്ടോ. ഇപ്പോഴത്തെ ഒരു പനി വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നമ്മുടെ പഠനത്തിൻ്റെ ഇടയ്ക്ക് ഹെൽത്തും കൂടെ പ്ലീസ് ടേക്ക് കെയർ. ഓക്കെ, യെസ്, ഫിസിയോതെറാപ്പിയാണേ. അപ്പം ഫിസിയോതെറാപ്പി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അവിടം വരെ ചിലപ്പം എത്തും, ഹൂ റിക്വയർസ് ഫിസിയോതെറാപ്പി എന്നെഴുതും. പക്ഷേ കണ്ടീഷൻ എഴുതുമല്ലോ, കണ്ടീഷൻ്റെ അകത്തോട്ട് ഈ കണ്ടുപിടിച്ച അസുഖം അല്ലെങ്കിൽ സർജറി കയറി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ മാത്രമാണല്ലോ നമ്മുടെ ഇൻട്രോ കറക്റ്റ് ആവുന്നത് അല്ലേ? അതായത് ടൈപ്പ്, പേഷ്യൻ്റെ ഫുൾ നെയിം, പർപ്പസ്, കണ്ടീഷൻ വേണം. പർപ്പസ് എഴുതും ഫിസിയോതെറാപ്പി ആൻഡ് അസിസ്റ്റൻസ് എന്നൊക്കെ എഴുതും. പക്ഷേ ഫിസിയോതെറാപ്പി വേണ്ടത് എന്തിനാണ്? മൊബിലിറ്റി ഇഷ്യൂസിനാണ് അല്ലേ? അപ്പം എന്താണ് ആ മൊബിലിറ്റി ഇഷ്യൂ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ആ റാദർ ദാൻ റൈറ്റിംഗ് അല്ലെങ്കിൽ മെൻഷനിങ് എബൌട്ട് എന്താ ആ സർജറിയെക്കുറിച്ച് എഴുതുന്നതിനേക്കാളും നല്ലത് സർജറിയെ തുടർന്ന് പേഷ്യൻറ്റിന് എന്ത് മൊബിലിറ്റി ഇഷ്യൂ ആണ് എന്നാണ് ഇമ്മീഡിയറ്റ്ലി അപ്പാരൻ്റ് അല്ലെ, പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പം റെസ്ട്രിക്റ്റഡ് മൊബിലിറ്റി എന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ വേർഡ് കേട്ടോ. ചിലപ്പോൾ ഇമ്പേർഡ് മൊബിലിറ്റി എന്നായിരിക്കും, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ടു വാക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കേസ് നോട്ടിൽ കാണും. അതാണ് എഴുതേണ്ടത് കേട്ടോ. ഐ എം റിയലി സോറി ദാറ്റ് ഞാൻ ഇടയ്ക്കൊന്ന് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. സോറി, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ ഫിസിയോതെറാപ്പി ആൻഡ് അസിസ്റ്റൻസ് ആണ് എഴുതേണ്ടത്. മൊബിലിറ്റി ഇഷ്യൂ എന്താണോ അതിനെ ആയിരിക്കണം കഴിവതും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എവിടെ എഴുതേണ്ടത്? ഇൻട്രോയിലോട്ട് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഹി ഹാസ് ഇമ്പേർഡ് മൊബിലിറ്റി, ഹി ഹാസ് റെസ്ട്രിക്റ്റഡ് മൊബിലിറ്റി, അല്ലെങ്കിൽ എന്താണോ ഇപ്പം സ്ട്രോക്ക് ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിന് ഫിസിയോതെറാപ്പിസ്റ്റിന് ലെറ്റർ എഴുതാൻ പറയാറുണ്ട്. അപ്പം ഹി ഹാഡ് എ സ്ട്രോക്ക് എന്നങ്ങ് എഴുതി വെക്കും. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ഹൂ റിക്വയർസ് ഫിസിയോതെറാപ്പി ആൻഡ് അസിസ്റ്റൻസ്. ഹി ഹാഡ് എ സ്ട്രോക്ക്. എന്താ ഫിസിയോതെറാപ്പിന് എന്തെങ്കിലും മനസ്സിലായോ? സ്ട്രോക്ക് ഉണ്ടായി, അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യണമെന്നാണല്ലേ? അപ്പോൾ ആ സ്ട്രോക്കിനെ തുടർന്ന് ഓബ്വിയസ്ലി സ്ട്രോക്കിനെ തുടർന്നുള്ള പേഷ്യൻറ്റിനെ ഫിസിയോതെറാപ്പിസ്റ്റിന് അടുക്കളോട്ട് വിടുന്നുണ്ടെങ്കിൽ പേഷ്യൻ്റെ മൊബിലിറ്റി ഇഷ്യൂസിനെ കുറിച്ച് പറയാനാണല്ലേ? അപ്പോൾ ചിലപ്പം ഈ ലെഫ്റ്റ് സൈഡ് വീക്ക്നെസ് ആയിരിക്കാം, ചിലപ്പം ലെഫ്റ്റ് സൈഡ് പാരാലിസിസ് ആയിരിക്കാം, അതിനൊക്കെ ആയിരിക്കണം എന്ത് ഫിസിയോതെറാപ്പി വേണമെന്ന്. അപ്പം ആ പർട്ടിക്കുലർ ഇഷ്യൂവിനെ ഇങ്ങോട്ട് എക്സ്ട്രാക്ട് ചെയ്ത് എവിടോട്ട് കൊണ്ടുപോകണം? ഇൻട്രോയിലോട്ട് കൊണ്ടുപോക്കണം. ഓക്കെ, അപ്പം ഈ ഒരു ഡയഗ്നോസിസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ പേഷ്യൻ്റ് കണ്ടുപിടിക്കുന്ന കണ്ടീഷനെ മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യരുത്? ലെറ്റർ അങ്ങ് എഴുതി പോവരുത് കേട്ടോ. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നഴ്സ് മിക്കവാറും വരുന്ന റീഡറാണ് ആര്? നഴ്സ് എന്ന് പറയുന്നത് അല്ലേ? നോക്കിക്കേ, നഴ്സ് എന്ന് പറയുമ്പം ഇപ്പോൾ OET ഭയങ്കരമായിട്ട് ട്രിക്കി ആവുന്നുണ്ട് നഴ്സസിൻ്റെ കാര്യത്തിൽ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള കുറേ നഴ്സുമാരുടെ കാര്യങ്ങൾ പറയുക. അപ്പം ഒരിക്കലും വിചാരിക്കരുത് ഒരു നഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ കെയർ കൊടുക്കുന്ന ആൾ തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാവരുടെയും ജോലി ഒന്നാണ് എന്നുള്ള കോൺസെപ്റ്റ് മാറ്റിക്കോണം. ഓക്കെ, അപ്പം വെറുതെ ഒരു രജിസ്റ്റേർഡ് നഴ്സ് എന്ന് എഴുതിയാൽ ഓക്കെയാണ്, നോ പ്രോബ്ലം. കെയർ
പേഷ്യൻ്റെ ഹെൽത്തുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ആൾ തന്നെയാണ് നഴ്സ്, രജിസ്റ്റേർഡ് നഴ്സ്. അപ്പം രജിസ്റ്റേർഡ് നഴ്സ്, ചാർജ് നഴ്സ്, അതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കേട്ട് വരുന്നത് അല്ലേ. പക്ഷേ നമ്മളിപ്പം റീസെൻ്റായിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ റീഡേഴ്സ് വരുന്നുണ്ട്, പുതിയ ടൈപ്പ് ഓഫ് നഴ്സസ് അല്ലേ. എന്താ TVN എന്ന് പറഞ്ഞ് വന്നായിരുന്നു, എന്താ ടിഷ്യൂ വയബിലിറ്റി നഴ്സ്. അപ്പം ടിഷ്യൂ വയബിലിറ്റി നഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എഴുതേണ്ടത് കണ്ടിന്യൂയിങ് കെയർ ആണോ? പ്ലീസ് റെസ്പോണ്ട്. അവിടെ വെറും ഒരു രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറയാതെ അവിടെ ടിഷ്യൂ വയബിലിറ്റി നഴ്സ് എന്നൊരു സ്പെഷ്യലിസ്റ്റ് ഡെസിഗ്നേഷനായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ വരേണ്ട കോമൺ സെൻസ് അല്ലെങ്കിൽ ലോജിക്ക് എന്താണ് അത് നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നഴ്സിംഗ് റോൾസ് ഒന്ന് കാണിച്ചു തരാം. സോ ബിഫോർ ദാറ്റ് ഐ വോണ്ട് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. Without writing write a letter to a registered nurse, we are asked to write a letter to a tissue viability nurse. Then will it be for continuing care? അതിന് മാത്രമുള്ളൊരു ലോജിക്ക് നമുക്ക് വേണം. ആയിരിക്കുമോ? യെസ്, അല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരു സ്പെഷ്യലിസ്റ്റായിട്ടുള്ളൊരു ടൈറ്റിൽ ഫോർ നഴ്സസ് തന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഉറപ്പിച്ചോണം ഒരു സ്പെഷ്യലിസ്റ്റ് പർപ്പസും അതിന് കാണും, ഒരു സ്പെഷ്യൽ പർപ്പസ് അതിന് കാണും എന്നുള്ളത്. ഓക്കെ, എന്നാൽ ഇത് ഇല്ലാത്തതൊന്നും ഒരു പുതിയതായിട്ട് ഉണ്ടാക്കുന്നതല്ല, എല്ലാം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി ഹാവ് ടു ബി തറോ വിത്ത് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റീഡേഴ്സ് മാത്രമല്ല, അതിലിപ്പോൾ നഴ്സസ് ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള നഴ്സസിനെ നമ്മൾ എന്തായിരിക്കുക, ഫെമിലിയർ ആയിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അക്കാഡമിയിലെ ക്ലാസ്സസ് തുടങ്ങുന്നത് തന്നെ ഈ ഒരു നോട്ട് എഴുതിപ്പിച്ചുകൊണ്ടാണ്. അപ്പം പിന്നെ ക്ലിയർ ആണ്, ഏത് ലെറ്റർ കിട്ടിയാലും ആ റീഡറിനെ കാണുമ്പോഴേ നമ്മൾ നേരെ ലെറ്റർ റൈറ്റിങ്ങിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂ വയബിലിറ്റി നഴ്സാണ് TVN അല്ലേ. അപ്പോൾ വയബിലിറ്റി ഓഫ് ദി ടിഷ്യൂ എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ വൂണ്ടെന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള വൂണ്ടാകാം, അതിപ്പം ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്കൊരു അല്ലേ അൾസർ ഫോർമേഷൻ ആകാം, അല്ലെങ്കിൽ വീണതിനെ തുടർന്ന് ഫോളിനെ തുടർന്നിട്ടുള്ള വീണാകാം, അല്ലെങ്കിൽ ഡയബറ്റിക് വൂണ്ടാകാം. ഏത് തരത്തിലുള്ള ഒരു വൂണ്ടിൻ്റെയും മാനേജ്മെൻറ്റാണ് ആര് ടിഷ്യൂ വയബിലിറ്റി നഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ വൂണ്ട് കെയർ ആൻഡ് മാനേജ്മെൻറ്റ് എന്നുള്ള വാക്കാണ് അവിടെ പെർഫെക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നത് ആ നഴ്സിനവിടെ. ഓക്കെ, അപ്പോൾ കൊടുത്തുകൊണ്ടിരുന്ന സാധനം അതുപോലെ ഇതല്ല ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തോ വൂണ്ടുണ്ട്, ആ വൂണ്ടിൻ്റെ ഇഷ്യൂസാണ് നമ്മൾ ആരോട് പറയാൻ പോകുന്നത്, ടിഷ്യൂ വയബിലിറ്റി നഴ്സിനോട്. ക്ലിയർ അല്ലേ? അപ്പോൾ അതേ നോക്കിക്കേ, ഞാൻ കുറേ നഴ്സസിനെ കാണിച്ചു തരാം. ഇതിൽ ഒരുപാടെണ്ണം നമുക്ക് എക്സാമിന് വന്നതിൽ നിന്ന് എടുത്തിരിക്കുന്നത് തന്നെയാണ്. നോക്കിക്കേ, നഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്കിന് കുറേ അബ്രിവിയേഷൻസ് കാണുന്നുണ്ടല്ലേ. ഇനിയിപ്പോൾ അബ്രിവിയേഷൻസ് വന്നാലും നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. സോ ബി ഫെമിലിയർ വിത്ത് ദീസ് ടൈപ്സ് ഓഫ് റീഡേഴ്സ് കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങൾക്കൊരു വർക്കായിട്ടൊക്കെ തരിക. ഈ തന്നിരിക്കുന്നത് ആരാണ്, ഇതിൻ്റെ ഫുൾ ഫോം എന്താണ് അവരുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, OETലോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് റിസർച്ച് ഒരുപാട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റിസർച്ചായിട്ട് നിങ്ങൾ എടുത്തുകൊള്ളുക, നിങ്ങളുടെ വർക്കാണ്. ഇപ്പോൾ രജിസ്റ്റേർഡ് നഴ്സ് ഞാൻ പറഞ്ഞു എന്തായിരുന്നു, കെയർ, എഡ്യൂക്കേഷൻ, ഒരു ടിപ്പിക്കൽ നഴ്സിംഗ് റോൾ ഉണ്ടല്ലോ, അതൊക്കെയാണ് എവിടെ വരുന്നത്, രജിസ്റ്റേർഡ് നഴ്സിൽ വരുന്നത്. അവിടെ നിന്ന് മാറി രജിസ്റ്റേർഡ് നഴ്സിൽ നിന്നൊരു കാർഡിയാക് നഴ്സിന് നമ്മൾ ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ ഒബ്വിയസ്ലി എളുപ്പമാണ് അല്ലേ. കാർഡിയാക് പ്രോബ്ലം പേഷ്യൻറ്റിന് ആ കാർഡിയാക് സ്റ്റേറ്റസ്, കാർഡിയാക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ എവിടെ ചെയ്യേണ്ടത്, ആ നഴ്സിനോട് പറഞ്ഞു കൊടുക്കേണ്ട അല്ലേ. അല്ലാതെ വേറെ എന്തെങ്കിലും മൂണ്ടുണ്ടെന്നും മൂണ്ടിന് ഡ്രസ്സിങ് കൊടുക്കണം എന്നൊക്കെയാണോ കാർഡിയാക് നഴ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്? അല്ല. TVN ഇപ്പം നമ്മൾ പറഞ്ഞ ആളാണ് എന്താണ്, ടിഷ്യൂ വയബിലിറ്റി നഴ്സ്. നോക്കിക്കേ, CNS എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആരാണെന്ന്? അതുകൂടെ ഒന്ന് പറയാം, പിന്നെ ബാക്കി കണ്ടുപിടിക്കണം. CNS എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ? TVN നമ്മൾ പറഞ്ഞു.
CNS. ഇപ്പം റെഫറൽ ടു CNS എന്നായിരിക്കും എവിടെ കിടക്കുന്നത്, പ്ലാനിൽ കിടക്കുന്നത്. അത് കാണുമ്പോൾ മനസ്സിലാകണ്ടേ ആരാണെന്നുള്ളത്. കമൻറ്റ് ചെയ്യാമോ? ഹു ഈസ് എ CNS? ഫസ്റ്റ് ഫുൾ ഫോം, പിന്നെ അവരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ ഞാനിപ്പോൾ ഇതെടുത്തതെന്ന് പറഞ്ഞാൽ ഇനിയും നമുക്ക് പോകുന്ന എക്സാമിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും വന്നാൽ നമ്മൾ അവിടെ നിന്ന് കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ല. നമുക്ക് ലെറ്റർ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതിനാണൊന്ന് ഫെമിലിയറൈസ് ചെയ്ത് വെച്ചത്. അപ്പം CNS എന്ന് പറഞ്ഞതാണ് ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റിൻ്റെ ആബ്രിവേഷനാണ് CNS, ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്താ ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് കേട്ടിട്ടുണ്ടോ? അവരൊരു സാധാരണ നഴ്സാണോ അതോ ഹയർ ഡെസിഗ്നേഷനാണോ? ഇത്രയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് അവരൊരു ഹയർ ഡെസിഗ്നേഷനാണ് ഒരു നഴ്സിനേക്കാളും. ചീഫ് നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് എന്നുള്ള അബ്രിവിയേഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇവർ ഹയർ ഡെസിഗ്നേഷനാണ്. അതായത് നമ്മൾ നഴ്സ് പ്രാക്ടീഷണർ ഉണ്ടല്ലോ, ഈ NP എന്ന് കാണുന്നുണ്ടല്ലോ അതിനകത്ത്, അത് നഴ്സ് പ്രാക്ടീഷണറാണ്. നമുക്കറിയാം നഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുന്നത് എന്താ, ഹയർ ഡെസിഗ്നേഷനാണ്. ഇത് പറയുന്ന പോലെ തന്നെയാണ് CNSും ഒരു ഹയർ ഡെസിഗ്നേഷനാണ്. ഇപ്പം അസസ്മെൻ്റ് ആയിക്കോട്ടെ, ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിസർച്ച് ആയിക്കോട്ടെ, ഫർദർ കണ്ടീഷൻസിനെ കുറിച്ചുള്ള റിസർച്ച് ഒക്കെ നടത്തുന്ന ആളാണ് CNS. അപ്പം ഒന്നാമത്തെ കാര്യം നമുക്ക് അവരുടെ എന്തറിഞ്ഞിരിക്കണം, ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. രണ്ടാമതായിട്ട് ഈ സാധാരണ ഒരു നഴ്സാണോ ഹയർ ഡെസിഗ്നേഷൻ ആണോ എന്നൊക്കെ എഴുതിയാൽ മാത്രമേ റെക്കമെൻഡേഷനൊക്കെ വൃത്തിക്ക് എഴുതി പോകാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പം ഹയർ ഡെസിഗ്നേഷൻ ആകുമ്പോഴത്തേനും നമ്മൾ ഒരിക്കലും അവരെ കൊണ്ട് ഒരു കാര്യം, ഒരു ബീങ് എ നേഴ്സ് എഴുതുന്ന ആളൊരു നേഴ്സാണല്ലോ, ഒരിക്കലും അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കുന്ന രീതിയിലാകരുത്. അവർക്ക് കാര്യങ്ങൾ അറിയാവുന്ന രീതിയിൽ വേണം കൺസ്ട്രക്ഷൻ താഴോട്ട് പോകാനായിട്ട്. സോ ഇത് ലെറ്ററിൻ്റെ പെർഫെക്ഷനാണ് ഇവരെക്കുറിച്ച് അറിയുന്നതിലൂടെ ഉണ്ടാകുന്നത്. സിൻസ് അവർ OET റൈറ്റിംഗ് ഈസ്, അല്ലെങ്കിൽ OET റൈറ്റിംഗ് എന്ന് പറയുന്നത് റീഡർ സെൻറ്റേർഡും പർപ്പസ് ഓറിയൻറ്റഡും. റീഡറിനെ അറിഞ്ഞാലേ പർപ്പസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നോക്കിക്കോണം, അവിടെ എന്തൊക്കെയോ ഒരു അസസ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റോ ഒക്കെയാണ് ആ CNSനോട് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അത് എന്താണ് സാധാരണ ഒരു കമ്മ്യൂണിറ്റി നഴ്സെന്നോ രജിസ്റ്റേർഡ് നഴ്സെന്നോ പറയാത്തത്. ഓക്കെ, സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഒരു കേസ് നോട്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഐ നോ ദാറ്റ് ഓൾ ഓഫ് യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ് ആസ് വെൽ. പക്ഷേ ഇതുപോലത്തെ ഒരു ആസ്പെക്റ്റൂടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പം FNP എന്ന് പറഞ്ഞാൽ ഫാമിലി നഴ്സ് പ്രാക്ടീഷണറാണ്, എമർജൻസി റൂം നഴ്സ് അല്ലേ, അങ്ങനെ പിന്നെന്തുണ്ട് ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സ്, അങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ വ്യത്യാസമുണ്ട് അവർ ചെയ്യേണ്ട ജോലി എന്താണെന്നുള്ളത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് കേട്ടോ. ഓക്കെ, സോ അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരാളെപ്പോഴും നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നിരുന്നാൽ അതിനെ സ്പൂൺ ഫീഡിങ് എന്നാണ് പറയുന്നത്. ശരിക്കും എഡ്യൂക്കേഷണൽ സ്പൂൺ ഫീഡിങ് വേണം ഒരു എക്സ്റ്റെൻറ്റ് വരെ. എഡ്യൂക്കേഷൻ സക്സസ്ഫുൾ ആകണമെങ്കിൽ അതെപ്പോഴും ആ പറഞ്ഞു തരുന്നത് നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് സക്സസ്ഫുൾ ആവുന്നത് കേട്ടോ. സോ ഇതിലൂടെ ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് പല തരത്തിലുള്ള റീഡർ ഉണ്ടെന്നും അവർക്ക് പല പ്രാക്ടീസ് ഉണ്ടെന്നും അതറിഞ്ഞാൽ മാത്രമേ ലെറ്റർ എഴുതാൻ പറ്റൂ എന്നുള്ളത്. അപ്പോൾ ആ നോളജ് നിങ്ങൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ തുടങ്ങാൻ പോകുന്നത് ഈ TVNും CNSും CNRയും FNPയും ER നഴ്സും LPNും ORും ട്രാവൽ നഴ്സും ഒക്കെ ആരാണെന്ന് കൂടുതൽ മനസ്സിലാക്കി അവരുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് മനസ്സിലാക്കുന്നു. എന്നിട്ട് ഒരു ലെറ്ററിൽ കാണുമ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് കേട്ടോ. അപ്പം ഇതിങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ വരണമെങ്കിൽ എന്താണ്, ഓൾവേസ് ബി എ പാർട്ട് ഓഫ് ടിജുസ് അക്കാഡമി കേട്ടോ. നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഈ ആസ്പെക്റ്റുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. Okay, so hope today's session, the purpose of today's session is clear for you. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇൻ അവർ റൈറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ someone is asking ക്രിട്ടിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. സോ അങ്ങനെ ഒരാളുണ്ട്, ശരിയാണ്, ക്രിട്ടിക്കൽ കെയർ നഴ്സ് എന്നോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരെപ്പോഴും ആ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ ഓഫൺ വർക്ക്സ് വിത്ത്
എന്താണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസസ് അല്ലെങ്കിൽ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കേസസ് ഡീൽ ചെയ്യുന്നിടത്ത് അല്ലേ ICU അതുപോലത്തെ ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. സോ എപ്പോഴും അതാണ് അവരുടെ ഒരു പ്രാക്ടീസ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻ്റ്, ഭയങ്കര സിവിയറായിട്ട് സിക്കായിട്ടുള്ളവർ, അങ്ങനത്തെ കണ്ടീഷൻസ് ഡീൽ ചെയ്യുന്നത്. അപ്പം ഒരു ക്രിട്ടിക്കൽ കെയർ നേഴ്സിന് എഴുതാൻ പറയുമ്പോഴേ നമ്മൾ കേസ് നോട്ടിനകത്ത് തപ്പേണ്ടത് പേഷ്യൻറ്റിന് ഇപ്പോൾ ക്രിട്ടിക്കലായിട്ട് നിൽക്കുന്ന ആ ആസ്പെക്റ്റ് ഏതാണെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ ഐ നോ ദാറ്റ് എനിവേ നിങ്ങളിതിൻ്റെ പുറകെ ഇനിയും പോകും. ഇതെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കും, പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ മാത്രമേ നമ്മുടെ പഠനം കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ അല്ലേ? സോ ഐ വോണ്ട് you to have a follow-up of whatever we are teaching. അപ്പം നെക്സ്റ്റ് സെഷൻസിൽ നെക്സ്റ്റ് മൺഡേയിൽ നിങ്ങൾ എനിക്കിതിൻ്റെ ആൻസേഴ്സ് തരണം. അല്ലെങ്കിൽ കണ്ടുപിടിച്ചതിനെ തുടർന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തന്നെ വേണം പോകാനായിട്ട്. ശരിയാണ്, റെഡിയാണല്ലോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും നോട്ട്സ് നിങ്ങൾ തയ്യാറാക്കിക്കോണം. പിന്നെ ഇത്രയും നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും ആണോ? അല്ല, ഇത് ഞാൻ നിങ്ങൾക്കൊരു റെഫറൻസ് ആയിട്ട് തന്നിരിക്കുന്ന കുറച്ച് മാത്രമാണ്. ഒരുപാടുണ്ട് അല്ലേ? അപ്പം അവരിങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്ത് OET നമുക്ക് ആരെ തരാം എന്ന് നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് ജോബ് റോൾസ് കിട്ടും. അപ്പം നമ്മൾ 100-ൽ ഒരു 30% ഫെമിലിയറായിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, എക്സാമിനായിട്ട് പോകാനായിട്ട്. ഓക്കെ, സോ thank you so much for being a part of and being with me for this 45 minutes and do this work. Please respond regarding your knowledge and your doubts in the next live session. അപ്പോൾ നമ്മൾ അടുത്ത ലൈവ് ഇതിൻ്റെ ഫോളോ അപ്പിലൂടെ മാത്രമായിരിക്കും തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു എവ്രി വൺ. താങ്ക് യു. ടേക്ക് കെയർ ആസ് ഐ ഹാവ് ടോൾഡ് യു. പനി ചുമയൊക്കെ പിടിക്കാതെ നോക്കുക. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. സ്റ്റഡി വെൽ. പ്ലീസ് ഡു പ്രേ വെൽ. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ താങ്ക് യു എവരി വൺ. വിൽ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ.